ഹലോ കൂട്ടുകാരെ. നയനം 5. അവൻ്റെ സ്വരം അവളുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഒരു ഇരുണ്ട മറയായി നിന്നു. തടവറയിലെ ചുമരുകൾ പോലെ ആ സൗന്ദര്യം അവളെ അലോസരപ്പെടുത്തി. താൻ വന്ന കാലിൽ നിൽക്കുകയാണോ? അങ്ങോട്ട് ഇരിക്കുക. അർജുൻ അവളുടെ ചുമലിൽ തൊടാൻ കൈ നീട്ടിയതും ഭീതിയോടെ പിറകിലേക്ക് 2 അടി വെച്ചു. കാൽ സെറ്റിയിൽ തട്ടി പിറകിലേക്ക് മലർന്നടിച്ചു. അവൾ സോഫയിലേക്ക് വീണു. ഇത്രേ പറഞ്ഞുള്ളൂ, അവിടെ ഇരുന്നോ, ഞാൻ നയനക്ക് കുടിക്കാൻ എടുക്കാം. വളരെ വിനയത്തോടെയുള്ള അവൻ്റെ സൽക്കാരം കണ്ട് നയന സോഫയിലിരുന്നു ആ പോകുന്നവനെ നോക്കി. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ അവൻ്റെ ഈ താഴ്മ? നയനയുടെ മിഴികൾ കണ്ട കാഴ്ചകളിൽ തന്നെ വീണ്ടും പരതിക്കൊണ്ടിരുന്നു. സെൻട്രലൈസ്ഡ് AC-യുടെ കുളിർമ അവളിൽ ആദിയുടെ അസ്വസ്ഥത നിറച്ചു. ഞൊടി നേരം കൊണ്ട് അവനൊരു ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവന്നു. വായിൽ നാക്കിട്ടുഴിഞ്ഞു അവൾക്ക് നേരെ അവൻ ആ ജ്യൂസ് ഗ്ലാസ് നീട്ടി. തൊണ്ട വരണ്ട് ഇപ്പം പൊട്ടാറാകുമെന്ന അവസ്ഥയിലാണ്. അവൾ തലയാട്ടി വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. ആ പുഞ്ചിരിച്ചു നിൽക്കുന്നവൻ്റെ മുഖഭാവം മാറി രൗദ്രമാകുമോ എന്ന ഭയമുണ്ടുള്ളിൽ. പേടിക്കണ്ടടോ, ഞാൻ ഇതിൽ തന്നെ ഉറക്കാനുള്ളതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ മയങ്ങി ശവം പോലെ കിടക്കുന്നവളെ പുൽകി നിർവൃതി അണയാൻ അർജുന് തീരെ താല്പര്യമില്ല. കുടിക്ക്, അവൻ ഒന്നുകൂടെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ആ സ്വരത്തിൽ ആജ്ഞയുണ്ട്. നയന വേഗം ആ ഗ്ലാസ് വാങ്ങി ചുണ്ടോർത്ത് ചേർത്ത് വലിച്ചു കുടിച്ചു. അല്പദാഹജലം കിട്ടിയപ്പോൾ നാഡീഞരമ്പുകൾ തണുത്ത് ഉള്ളിൽ ആശ്വാസം തോന്നി അവൾക്ക്. ഗ്ലാസ്സിൽ ബാക്കിയുള്ള കൂടെ കുടിച്ചു തീർത്ത് അവൾ അവനെ നോക്കി. അർജുൻ അവളെ മിടിയാലെ ഉഴിഞ്ഞെടുത്തു ആസ്വദിച്ചു. എന്തൊരു ഭംഗിയാണ് അവൾ ആ ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് വെച്ച് കുടിക്കുന്നത് കാണാൻ. അവൻ്റെ ഹൃദയം അവളെ കവരാൻ വെമ്പൽ കൊണ്ടു. കാലി ഗ്ലാസ് മുറുകെ പിടിച്ചു കൊണ്ട് അവൾ ഇരുന്നു. നെഞ്ചു പൊട്ടുകയാണ്. ഇനി എന്ത് എന്നറിയുന്നില്ല. ഇങ്ങ് തന്നേക്ക്. അവൻ പൊഴിയാത്ത പുഞ്ചിരിയോടെ തന്നെ ആ ഗ്ലാസ്സിന് വേണ്ടി കൈ കാണിച്ചു. വേണ്ട, ഞാൻ അവൾ കൊടുക്കാൻ മടി തോന്നി. മനോഹരമായ ആ കണ്ണുകൾ പിടഞ്ഞു. ഞാൻ കൊണ്ടുവെക്കാം. അവൻ ബലമായി തന്നെ ആ ഗ്ലാസ് പിടിച്ചു വാങ്ങി. താനിവിടെ ഇരിക്കേ, ഞാനൊന്ന് ഫ്രഷായി വരാം. തിരിഞ്ഞു പോകുന്നതിനിടയിൽ അവൻ കോട്ടിൻ്റെ ബട്ടൺസ് അയച്ചു വിടുന്നുണ്ട്. അയ്യോ സാറേ, എനിക്ക് പോകണം, ഞാൻ പൊക്കോട്ടെ. അവൾ എഴുന്നേറ്റ് അവനോട് കെഞ്ചി. തിരിഞ്ഞു മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞവൻ നിശ്ചലനായി. അവൻ ആ ജ്യൂസ് ഗ്ലാസ് കയ്യിൽ നിന്നും വെക്കാതെ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. നയന വിറക്കുന്ന കരങ്ങൾ കൂപ്പി പിടിച്ച് സോഫയിലേക്കിരുന്നു. പോകാൻ തന്നെയാണ് വന്നത്. പക്ഷെ അത് എപ്പോൾ വേണമെന്ന് ഈ അർജുൻ തീരുമാനിക്കും. തിളങ്ങുന്ന മിഴികൾ വിടർത്തി ആ ജ്യൂസ് ഗ്ലാസ്സിൽ അവൾ കുടിച്ച ഭാഗത്ത് ചുംബിച്ചു കൊണ്ടവൻ പറയുമ്പോൾ ശ്വാസമടക്കി പിടിച്ചു താൻ ഇപ്പം ഹൃദയം പൊട്ടി മരിച്ചേക്കുമെന്ന് അവൾ കരുതി. അർജുൻ അവിടെ നിന്ന് പോയതും നയന മുഖമൊന്ന് തുടച്ചു ഹാളിനപ്പുറത്തേക്ക് ചെന്നു. അവിടെയും വിശാലമായൊരു ഹാളാണ്. ഭംഗിയുള്ള ടേബിളിന് ചുറ്റും കസേരകൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് കാണുന്ന വാതിൽ തുറന്നു നോക്കാൻ അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവിടെ നിന്നൊരു എക്സിറ്റ് ഉണ്ടെങ്കിൽ അർജുൻ തിരിച്ചു വരുമ്പോഴേക്കും രക്ഷപ്പെടാമല്ലോ എന്നൊരു ചിന്തയും ഇല്ലായില്ല. അർജുൻ പോയ മുറിയുടെ വാതിൽ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടതും നയന ഓടി വന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്നു. അവൻ ബ്ലാക്ക് ട്രാക്ക് ഷോർട്ടും ടീഷർട്ടും ധരിച്ചെത്തി. ഇറുകിക്കിടക്കുന്ന ടീഷർട്ടിൽ അവൻ്റെ ദേഹാകൃതി തെളിഞ്ഞു കാണാം. വിരിഞ്ഞ മാറും, 6 പാക്കും, ഉയർന്നു നിൽക്കുന്ന ബൈസപ്സ്, ഏത് പെണ്ണും കൊതിക്കുന്ന അങ്കലാവണ്യം. ഉറച്ച പേശികൾക്ക് മുകളിലായി ഞെരുങ്ങി നിന്ന ടീഷർട്ടിൻ്റെ കൈ അവൻ അഡ്ജസ്റ്റ് ചെയ്തു. പേടിച്ചു വിറച്ചിരിക്കുന്നവളുടെ തൊട്ടരികിൽ ഒരു കാൽ മടക്കി വെച്ചുകൊണ്ടിരുന്നു. ആ കോട്ടും സൂട്ടും മാറ്റി ഈ വേഷത്തിലിരിക്കുമ്പോഴേ ഒരാശ്വാസമാണ്. പുറമേയുള്ള ആളുകൾക്ക് ഞാനൊരു അഹങ്കാരിയായും തന്നിഷ്ടക്കാരനുമൊക്കെയാണ്. എൻ്റെ ഉള്ളം മനസ്സിലാക്കാൻ എന്നെയൊന്ന് ചേർത്ത് പിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. എനിക്കുണ്ടെന്ന് പറയുന്ന ഫ്രണ്ട് സർക്കിൾ പോലും എൻ്റെ പണം കണ്ട് കൂടിയവരാ. ഞാൻ അവൻ്റെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ വിരലുകൾ കോർത്ത് അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, അവിടെ നിന്ന് രക്ഷപ്പെടണം.
നയനയുടെ വീട് എവിടെയാ? അവിടെ ആരൊക്കെയുണ്ട്? സാർ ഞാൻ പോയിക്കോട്ടെ. അവൻ വീണ്ടും മറ്റെന്തൊക്കെയോ സംസാരത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയതും നയന അതിനിടയ്ക്ക് കയറി പറഞ്ഞു. അവൾ സെറ്റിയിൽ നിന്നും വീണ്ടും എഴുന്നേറ്റു. അവൻ്റെ രൂക്ഷ നോട്ടം കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അർജുൻ സംസാരം നിർത്തി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. പിറകിലേക്ക് നീങ്ങാൻ നിന്നവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. നയന, തനിക്കെന്നെ പേടിയാണോ? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലടോ. ഒരു നിശ്വാസത്തിൻ്റെ അകലത്തിൽ അവൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്തു. ആ വലിയ ദേഹം മെലിഞ്ഞുടലിൽ അമരാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഞാൻ പൊയ്ക്കോളാം. ജോലിയൊന്നും വേണ്ട. അവളുടെ മനസ്സിൽ രക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബവും അവസ്ഥയും അവൾ പാടെ മറന്നിരുന്നു. തന്നെ ആ സൂസമ്മ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. അവളിൽ നിന്ന് അടർന്നു മാറി ഈർഷ്യയോടെ അവൻ പല്ല് ഞെരിച്ചു മുടി കൈകൾ കൊണ്ട് അമർത്തി. നയന മുഖം പൊത്തി കരയാൻ തുടങ്ങി. ആദ്യം തേങ്ങലിൽ തുടങ്ങി, പിന്നീട് അത് വാവിട്ട കരച്ചിലായി. ഇവളുടെ അരികിൽ ചത്തോ? നാശം, എങ്ങനെയെങ്കിലും കാര്യം നടന്നേ പറ്റൂ. തഞ്ചത്തിൽ പറഞ്ഞു മയക്കുന്നത് തന്നെ ബുദ്ധി. അവൻ ഉള്ളാലെ പിറുപിറുത്തു. എടോ, ഇത്ര നേരമായില്ലേ നയന ഇവിടെ വന്നിട്ട്? ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോ? ഉരഞ്ഞു പൊങ്ങുന്ന രോഷം പിടിച്ചു നിർത്തി അവൻ അവളുടെ കരങ്ങൾ കവർന്നു. കരച്ചിൽ നിർത്തി അവൾ ആ കൈ പിൻവലിക്കാൻ ശ്രമം തുടങ്ങി. ഈ പെണ്ണ് പിന്നെയും പിടച്ചു തുടങ്ങി. നയന, നിനക്ക് ജീവിക്കണ്ടേ? കുടുംബം നോക്കണ്ടേ? എൻ്റെ ഈ പൂച്ചപ്പെണ്ണിനെ ചോദിക്കുന്ന അത്രയും പണം ഞാൻ തരും. മുഖത്ത് നന്നേ ദുഃഖം വരുത്തി സഹതാപത്തോടെ അവൻ ചോദിച്ചു. എൻ്റെ കമ്പനി മോഡൽ ഇനി നീ മാത്രമാണ്. അവളുടെ പിടച്ചിൽ നിന്നു. അർജുൻ അവളുടെ കൈകൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. സാർ, എൻ്റെ കുഞ്ഞുമോളെ രക്ഷിക്കുമോ? അവൻ്റെ തന്ത്രം നിറഞ്ഞ കണ്ണുകളിലെ കൗശലം തിരിച്ചറിയാൻ കഴിയാതെ നിസ്സഹായ ആ പെൺകുട്ടി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി. കുഞ്ഞുമോളോ? അതാരാ? അവൻ നെറ്റി ചുളിച്ചു. എൻ്റെ അനിയത്തിയാ. അവളുടെ സ്വരം ആർത്തുകരച്ചിലിൽ പതുങ്ങിപ്പോയിരുന്നു. ഇതല്ലടോ തന്നോട് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചത്. നാടും വീടും വീട്ടുകാരെയൊക്കെ ചോദിച്ചപ്പോൾ തനിക്കും മോടാ. പറ, തൻ്റെ കുഞ്ഞുമോളെ ഞാൻ എങ്ങനെയാ രക്ഷിക്കേണ്ടത്? കിട്ടിയ അവസരം മുതലെടുക്കണമല്ലോ. അർജുൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവളുടെ വിരലുകൾക്കിടയിലൂടെ അവൻ്റെ വിരൽ കടത്തി. മൃദുലമായി ആ കൈവെള്ളയും തഴുകി. അവൾ കുറേ വർഷങ്ങളായിട്ട് അസുഖക്കാരിയാ. അടിയന്തരമായി ഹൃദയത്തിന് സർജറി വേണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. ദിവസം കഴിയുന്തോറും കുഞ്ഞുമോളുടെ അസുഖം കൂടി വരുന്നുണ്ട്. സർജറി അല്ലാതെ ഇനി മറ്റൊരു മാർഗവുമില്ല. ഞങ്ങൾ പാവങ്ങളാ സാറേ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും സർജറിക്ക് വേണ്ട പണം ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. അർജുൻ്റെ കൈകൾ ഇപ്പോൾ നയനയുടെ കൈകളിൽ നിന്ന് മാറി അവളുടെ തുടയിലെത്തിയിട്ടുണ്ട്. തുടയിലൊന്ന് തഴുകി അവൻ അവളുടെ അരക്കെട്ടിൽ കൈവച്ച് ചേർന്നിരുന്നു. കഥന ഉള്ളുലയുന്ന നോവോടെ വിവരിക്കുന്നവൾ ഈ കശ്മലൻ്റെ ദുശ്ചിന്തകളോ കൈകളുടെ സഞ്ചാരമോ അറിയുന്നുണ്ടായിരുന്നില്ല. ഷോൾ പോലും ഇടാതെ ഉന്തി നിൽക്കുന്ന മാറിടങ്ങളിൽ അവൻ്റെ നോട്ടം പതിച്ചു. എൻ്റെ കുഞ്ഞുമോളുടെ സർജറി നടക്കണം. നയന മിഴികൾ തുടച്ചു. കൂടെയുള്ളവൻ ഈ ലോകത്തൊന്നുമല്ല. അവൾ പറഞ്ഞത് പാതി കേട്ടു പാതി കേട്ടില്ല എന്ന മട്ടാണ്. പക്ഷേ അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അവൻ വ്യക്തമായി കേട്ടു. ഇയാളുടെ കുഞ്ഞുമോൾക്കൊന്നും സംഭവിക്കില്ല. അവൾ പഴയതിനേക്കാളും മിടുക്കി കുട്ടിയാവും. അവളുടെ സർജറിക്ക് എത്ര രൂപയായാലും അർജുൻ തരും? പറ, എത്രയാണ് ഡോക്ടർ പറയുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റ്? അർജുൻ തോളിലൂടെ കൈയിട്ടു അവളെ തലോടി. അവൻ്റെ ഇരുകാലുകൾ വേഗത്തിൽ ചലിപ്പിച്ചങ്ങനെ സാവേശത്തോടെ ഇരുന്നു. 5 ലക്ഷം രൂപ. നയന തലയുയർത്തി അവനെ നോക്കി. ആ മിഴികളിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിയുന്നുണ്ട്. 5 ലക്ഷം? അർജുൻ്റെ പുരികക്കൊടികൾ ഉയർന്നു. അവൻ്റെ കാലുകളുടെ ദ്രുതഗതിയിലുള്ള ചലനവും അവളുടെ മടിയിൽ വെച്ച കൈകളും പിൻവലിച്ചു. സാർ, എനിക്ക് കടമായി തന്നാലും മതി. കുറച്ചു സാവകാശം തന്നാൽ ഞാൻ ആ പണമൊക്കെ തിരിച്ചു തന്നോളാം. അവൾ തടവിയിരുന്ന് ചിന്തിക്കുന്നവനെ സംശയാധീനമായി നോക്കി. എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ഇത്രയും പണത്തിന് ഞാൻ എവിടെ പോകും? എന്നെ വിശ്വസിക്കാം. ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. വിറച്ചുകൊണ്ടവൾ അവനെ സ്പർശിച്ചു.
ഇപ്പോൾ മുൻപ് തോന്നിയ പോലെ ഭയത്തിൽ കുളിച്ചൊരു അന്ധതയില്ല. ഇത്രയും തുക നീ എങ്ങനെ തിരിച്ചു തരുമെന്നാ? മോഷ്ടിക്കാൻ പോകൂ, അതോ പിടിച്ചു പറിക്കുവോ? ഇനി അതുമല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലെ ശരീരം വിൽക്കുമോ? അവനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ പരിഹസിച്ചു. നയനയാകെ ഞെട്ടി തരിച്ചത് അവൻ പറഞ്ഞത് കേട്ടായിരുന്നില്ല, അവനിലെ ഭാവമാറ്റം കണ്ടായിരുന്നു. എത്ര മറകെട്ടി മൂടി വെച്ചാലും അവനിലെ സാത്താൻ ഇറങ്ങി വരും. എടോ, ഞാനൊരു ബിസിനസ്സുകാരനാ. 1 രൂപ മുതൽ മുടക്കിയാലും എനിക്കതിൻ്റെ ലാഭം കിട്ടണം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാനിപ്പോൾ തനിക്ക് തരുന്ന പണത്തിന് നയനയെ മോഡലായി തിരഞ്ഞെടുക്കുന്ന കാര്യം കമ്പനിയിൽ ഒഫീഷ്യലായി ഡിസിഷൻ ആയിട്ടില്ല. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ഒരു മോഡലിനെ എടുക്കരുതെന്നാണ് കമ്പനി റൂൾ. അപ്പോൾ കമ്പനിയിലെ ജോലി എൻ്റെ ഔദാര്യമാണ്. കാപട്യങ്ങളുടെ ഇരുൾ മൂടിയ വഴികൾ അറിയാത്ത ഒരു ശുദ്ധം പാവം പെണ്ണാണവൾ. തകർന്നു പോകുന്ന നെഞ്ചോടെ അവൻ്റെ വാക്കുകൾ അവൾ കേട്ടിരുന്നു. നിന്റെ സൂസൻ ചേച്ചിയോട് ചോദിച്ചാൽ അറിയാം അർജുൻ്റെ ഡിമാൻഡ്സ്. അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ ദേഹത്തേക്ക് പതിഞ്ഞു നിന്നു. പിടിച്ചു പോയിരുന്നു അവൾ. ശാന്തമായി തുടങ്ങി അവളുടെ മനസ്സ് വീണ്ടും സംഘർഷഭരിതമാക്കാൻ തുടങ്ങി. ഒഴിഞ്ഞുപോയെന്ന് കരുതിയ ഭയവും തിരിച്ചെത്തി. അർജുൻ അവളുടെ പേടിച്ചരണ്ട കണ്ണുകളിലേക്ക് കൂർപ്പിച്ചു നോക്കി. ഒരൊറ്റ രാത്രിയാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. ആ ഒരൊറ്റ രാത്രിക്ക് 5 ലക്ഷം രൂപ മുടക്കാനുള്ള മുതലുണ്ടോടി നീ? നയനയുടെ അതരങ്ങൾ പിടഞ്ഞു അവൾ വിതുമ്പി. 5 അല്ല 10 ലക്ഷം രൂപ തരും അർജുൻ. പക്ഷേ ഒരു രാത്രി കൊണ്ട് മതിയാകില്ല, 1 വർഷം. എന്ത് പറഞ്ഞിട്ടും കേട്ടിട്ടും കരഞ്ഞു മാത്രം അവൾ അവിടെ ഇരുന്നു. ചിന്തിക്ക്, സ്വന്തം കൂടപ്പിറപ്പിനെ രക്ഷിക്കണോ അതോ വിധിക്ക് കൊല്ലാൻ കൊടുക്കണോ എന്ന്. ഒരാളുടെ നെഞ്ചം തകർക്കാൻ പ്രഹരശേഷിയുള്ള വാക്കുകൾ. എത്ര അനായാസത്തോടെയാണ് അവൻ തൊടുത്തുവിടുന്നത്. അവൻ തുറന്നു കൊടുത്ത കാറിൻ്റെ ഡോറിലേക്ക് നോക്കി അവൾ കാറിൽ കയറിയിരുന്നു. അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതും ഇപ്പോൾ ഈ കാറിൽ കയറിയിരിക്കുന്നത് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവനിലൊരു നന്മയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഒന്ന് തിരിച്ചു പ്രതീക്ഷിക്കാതെ അവൻ അവളെ സഹായിക്കുമെന്ന് അവൾ ആശിച്ചു. പക്ഷെ ഇപ്പോഴും അർജുൻ അവളുടെ ശരീരത്തെ പ്രാപിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കഴുകനാണെന്ന് അറിഞ്ഞതും ഉള്ളു പിടഞ്ഞു. പിന്നെയൊന്നും ഉരിയാടാൻ കഴിയാതെ അവൾ ഇരുന്നു. അർജുൻ്റെ കൂടെ അന്തിമയങ്ങാൻ കൂടുന്നത് കൊത്തും കല്ലാടാനല്ലെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇയാൾക്കുണ്ടെന്ന് എനിക്കറിയാടോ. സൂസൻ പറയുന്ന പോലെ താൻ അത്ര ചെറിയ കൊച്ചൊന്നുമല്ല. ഡ്രൈവിങ്ങിനിടെ അവളെ ചിരിയോടെ നോക്കി നാക്ക് വെളിയിലിട്ടവൻ കൊതി നുണഞ്ഞു. ആ വഷളൻ നോട്ടമൊന്നും അവൾ കാണുന്നില്ല. വിറയലും ഭയവും അപമാനം കൊണ്ടും അവളുടെ ശിരസ് നന്നേ താഴ്ന്നു പോയിരുന്നു. അർജുന കാഴ്ച ഒരു ഹരമായി തോന്നി. അവളെ തളർത്തി അവശയാക്കണം, എന്നിട്ട് വേണം ആണെന്ന് അവനിലെ ആധിപത്യം അവളിൽ സ്ഥാപിക്കാൻ, ആ പെണ്ണുടലിൽ നിറഞ്ഞാടാൻ. സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ, പണം അങ്ങോട്ട് എത്തിക്കും. നയനയുടെ ഫ്ലാറ്റിന് മുമ്പിൽ കാർ നിർത്തി അവളുടെ ഭാഗത്തെ ഡോർ തുറക്കാനെന്ന രീതിയിൽ അവളിലേക്ക് ഏന്തി വലിഞ്ഞു. അവൻ ആ ഡോർ തുറന്നു കൊടുത്തു. ഒരു മൂളൽ പോലും മറുപടി നൽകാതെ പോകുന്നവളിൽ മിഴികൾ ഊന്നി സ്റ്റീറിങ്ങിൽ താളമിട്ടു അവനിരുന്നു. ചെറുകണികയെങ്കിലും ആത്മബന്ധം അവനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ കാത്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ലിഫ്റ്റിന് തൊട്ടരികിലെ ഗ്ലാസ് ഡോർ തുറന്ന് പ്രവേശിക്കും മുമ്പ് നയന അവനെ തിരിഞ്ഞു നോക്കി. അകലേക്ക് ധൃതിയിൽ പായുന്ന കാറിനെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു. തുടരും. ഇനി എന്താണാവോ നയന ചെയ്യാൻ പോകുന്നതല്ലേ? അവളുടെ നിസ്സഹായത ഇവരൊക്കെ മുതലെടുക്കുകയാണ്. അവളാണെങ്കിൽ ഒരു സാധു പെൺകുട്ടി. കഷ്ടം തോന്നുന്നുണ്ട് നയനയുടെ കാര്യം. നിങ്ങൾക്ക് നയനം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ചില റിപ്ലൈസിന് നിങ്ങൾ തരുന്ന കമൻസിന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, എന്തോ ചെറിയൊരു എററാണ്. അപ്പം ചില നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് തരാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. എല്ലാവരോടും സ്നേഹം, നന്ദി. നാളെ വരാം. താങ്ക് യു.